നമ്മളിന്ന് പാലക്കാട് പോവാണ്. നേരത്തെ ഇറങ്ങണം വിചാരിച്ചാണ്, പക്ഷെ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് രഞ്ജുവിന്റെ വീട്ടിലേക്ക് പോകണം വിചാരിച്ചാണ്. രഞ്ജു ആണ് ശ്രീകൃഷ്ണ കല്യാണിക്ക് നമ്മുടെ പെണ്ണുകുട്ടിയുടെ പേര്. അപ്പോ ഞാൻ ഇന്നലെ വാങ്ങിയ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണം. ഭയങ്കര ഇഷ്ടമായി. ഞാൻ പിന്നെ കുറച്ച് ലൂസ് ഫിറ്റ് ഇടുന്ന ആളായത് കൊണ്ട് എനിക്ക് ഇഷ്ടമാണ് ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടാൻ. അങ്ങനെ ചെയ്യാതെ അപ്പൊ കേസ് നമ്മൾ പാലക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആകെ ഒറ്റ ദിവസത്തേക്ക് പോകണം കേട്ടോ. നാളെ സാൻഡിയുടെ കല്യാണമാണ്. അപ്പൊ അതിന്റെ സാധനങ്ങളും ഒരു ദിവസം നാളെ വൈകിട്ട് തിരിച്ചു വരും. പക്ഷെ അതിന് വേണ്ടിയാണ് ഇത്രയും ലോഡ് സാധനങ്ങൾ ഇടില്ല പ്ലീസ്. പിന്നെ നമുക്ക് എൻ്റെ കല്യാണത്തിന്റെ ഫുൾ ജാക്കറ്റും എല്ലാം നമ്മൾ പാലക്കാട് തയ്ക്കാൻ കൊടുക്കണം. അവിടെ 1 അവറിലൊക്കെ സ്റ്റിച്ച് ചെയ്ത് തരുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവിടെ വേണം തയ്ക്കാൻ കൊടുക്കാൻ. അപ്പൊ അവർ തെച്ച് തരും എന്നാണ് വിചാരിക്കണം. അപ്പം നമ്മൾ പാലക്കാട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. എൻ്റെ സീറ്റ് ഇവിടെ വേറൊരാള് എടുത്തിട്ടുണ്ട്. Hello, excuse me. Jagat. That's my seat. That's my seat. No! Okay, okay. Yes. അപ്പൊ നമ്മള് തങ്കൂര് ഹായ് പറ. ഹായ്. അപ്പോൾ നമ്മള് ഇനി പാലക്കാട് എത്തിയിട്ട് ജോലിഷ്മയെ കാണണം. കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നത്തേക്ക് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ജോമേനെ കാണാൻ പോവാണ്. ഇപ്പൊ ജോമ ഓൾറെഡി ടൗണിലുണ്ട്. നമുക്ക് കുറച്ച് ടൗണിൽ കുറച്ച് പണികളുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ പോകുള്ളൂ. കുറേ പണികളുണ്ട്. ഇന്ന് രാത്രി വരെയുള്ള പണികൾ നമുക്കുണ്ട്. അപ്പം നമുക്ക് ജോമയെ കാണാം. ജോമയെ കണ്ടിട്ട് നമുക്ക് പ്ലാൻ പണ്ടലാം. വാടിത്തളരുമ്പോൾ കണ്ണീരാറ്റും കാറ്റാ ചാരത്തെത്തുന്നാര് നീളും വഴി നീളെ നീറും വേനൽ ചൂടി മാറിത്തളുപ്പേകെ കാവൽ നിൽക്കും സ്നേഹം തീരത്തേതോ നാളെ പണ്ടേ ഇഷ്ടം തേടി അലഞ്ഞിന്നോ വെള്ളത്തേര് മിന്നൽ പോലും മേഘത്തെല്ലാം പൊഴിയാതെ. പാലക്കാട് വന്നതിൻ്റെ ഞാൻ എങ്ങനെയുണ്ട്? എൻ്റെ നെയിൽസ് കണ്ടോ? എൻ്റെ റിങ് കണ്ടോ? എൻ്റെ ഇത് കണ്ടോ? റിങ് എൻ്റെ ഫിനിഷിങ് കണ്ടോ? യെസ്. ഒരു 2 മിനിറ്റ് സമയം കിട്ടിയപ്പോഴത്തേക്കും ജ്യോതിലക്ഷ്മി എന്നെയും തങ്കുവിനെയും പിടിച്ചിരുത്തിയിട്ട് എന്താ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇതൊക്കെ കൊണ്ടുവന്നിരിക്കുക ഞങ്ങളെ കാണും. അപ്പം പണങ്ങി അവിടെ ഇരുന്നോട്ടെ കുറച്ച്. ഞങ്ങളെ കാണാൻ വന്നപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് വന്ന് കിടന്നിട്ട് ഞങ്ങളൊരു സമയം കിട്ടിയപ്പോൾ ഇവിടെ ഇരിക്കും പറഞ്ഞു തരട്ടെ നമുക്ക്. പറഞ്ഞോളൂ. വേണ്ട, അതല്ല ഇതിന് മുമ്പ് പറഞ്ഞത്. UK വന്ന പോലെ ഇല്ലേ പറഞ്ഞതെന്ന് പറയൂ. UK വന്ന പോലെ തോന്നുന്നില്ല. നമ്മൾ മലപ്പുറത്ത് വന്ന പോലെ തോന്നുന്നു. UK വന്ന പോലെ തോന്നുന്നില്ല എന്നൊക്കെ. ആദ്യം ജ്യോതിലക്ഷ്മിനെ ഒന്ന് ഗ്രൂം ചെയ്തെടുക്കണം. എന്താ കോലം. ആദ്യം പോയി സലൂണിൽ കൊണ്ടിട്ട് മേക്ക് ഓവർ നടത്താനുണ്ട്. അറിയണ്ടല്ലേ? ഇതൊക്കെ ഇടും, നമ്മളിടും. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ബോധം വരണം. ഇനി നിങ്ങൾ ഇങ്ങനെ നടക്കരുത്. കണ്ടില്ലേ എന്ത് സുന്ദരിയാണെന്ന് അറിയോ? ഇങ്ങനെ നടന്നിട്ട് നശിപ്പിക്കണം അതിനെ. ഈ സ്നേഹം ഒന്നും കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. 2 മിനിറ്റ് അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് നമ്മളേക്ക് ഒരു അടി ഉറപ്പാന്നൊക്കെ. എല്ലാവരും അങ്ങനെ തന്നെയാണ്. എല്ലാ വീട്ടിലും അയ്യോ പറയണേ. എന്റെ മക്കളാണ് അങ്ങനെ, ഞാൻ അങ്ങനെയല്ല. കണ്ടാൽ ശ്രീദേവിയാണെന്ന് തോന്നും, പക്ഷെ അല്ല. മറ്റേ വീഡിയോയിൽ വന്ന ഭൂദേവിയാണെന്നൊക്കെ. നമുക്ക് ഒരു ഭക്ഷണം കഴിക്കാം. ഇനി ഇപ്പുറത്ത് തന്നെ നളന്തയുണ്ട്, നമുക്ക് പോയി കഴിക്കാം. ഇല്ല തങ്കു മമ്മ കഴിക്കാം അല്ലേ?
ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ദിസ് ഈസ് നളന്ദ. ഈ നളന്തയിൽ നമ്മൾ എന്തോരം ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ലേ. നമ്മളുടെ ഒരു തങ്കും കല്യാണം കഴിക്കണ മുമ്പ് നമ്മൾ കല്യാണം കഴിക്കണ ആ സമയത്ത് നമ്മൾ പരിചയപ്പെട്ട പോയിട്ട് നമ്മൾ അന്ന് തൊട്ട് നമ്മൾ കഴിക്കാൻ വരാൻ നളന്തിൽ കേട്ടോ. അതിന് മുൻപേ ഞങ്ങൾ അച്ഛയും കൂടിയും ചെറുപ്പത്തിൽ ഭയങ്കര ചെറുപ്പത്തിലൊട്ടേ വരുന്ന കടയാണ്, റെസ്റ്റോറൻ്റ് ആണ് നളന്ത. ഇതാണിതാ പുറകെ നമ്മൾ ജാക്കറ്റ്സ് കിടക്കാൻ തേച്ചിരിക്കണം കേട്ടോ. 1 hour തേക്കും. ഞാനൊക്കെ എടുത്തിട്ടുണ്ട്. മറ്റന്നാളെ വൈകിട്ട് അവർ തരും. നമ്മളൊക്കെ പിറ്റേ ദിവസം കല്യാണ തലേന്നാണ്. എനിക്ക് അറിയില്ല ഗൈസ്, എനിക്ക് സത്യമായിട്ട് അറിയില്ല അതൊക്കെ കിട്ടുമോ ഇല്ലയെന്ന് പോലും. ഇല്ലേ കല്യാണത്തിൽ പോയിട്ട് റെഡിമെയ്ഡ് വാങ്ങിക്കാം അല്ലേ, ഒരു വെൽവെറ്റിൻ്റെ റെഡിമെയ്ഡ് വാങ്ങിച്ചേക്കാം. നോക്കാം. എന്താ ഞാൻ പിന്നെ ലൈക്കും ചെയ്യില്ല ഷെയറും ചെയ്യില്ല. എൻ്റെ ആകെ ഒരു കമന്റ് വരുന്നത് ജോലിഷനാണ് അല്ലേ. ഇതാണ് ഞാൻ ഓൺലൈനിൽ, ഇതാണ് ഓൺലൈനിൽ കാണുന്ന പോലെയല്ല, നേരിട്ട് കാണുമ്പോൾ എടുക്കണം. ഇവിടെ വെക്കല്ലേ അമ്മ, ഇതില് നല്ല ഭംഗിയില്ല അമ്മ. അതിടാം. വിഷ്ണു ഹെൽപ്പ് ചെയ്യും. നമ്മുടെ റെഡിമെയ്ഡ് കിട്ടിയില്ല, പക്ഷെ കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഇനി നമ്മൾ തലമുടിൽ കേൾ വരി. ഷീസ് മൈ സ്റ്റുഡന്റ്. സേ ഹായ്. ഞാൻ പഠിപ്പിച്ചൊരു സ്റ്റുഡൻറ്റിനെ കാണിച്ചു. ഒരു ഹായ് പറ. എനിക്ക് ഇവളെ കണ്ടിട്ട് മനസ്സിലായില്ല, ഇവൾക്ക് എന്നെ കണ്ട് മനസ്സിലായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നമ്മൾ ഗ്രൂം ചെയ്യാൻ പോണു. ഗ്രൂം ലൈസ്നു അതുപോലെ ചൂടൊരു സൈഡ്, കൊടിയൊരു സൈഡ്, കാറ്റൊരു സൈഡ്, വെയിലൊരു സൈഡ്. നമുക്ക് പോയിട്ട് ഇനി അടി മുതൽ മുടി വരെയുള്ള എല്ലാം ചെയ്തൊന്ന് വൃത്തിയാവണം. ഇങ്ങനെയാണ് ഞങ്ങൾ ഉള്ളിലേക്ക് പോകുന്നത്, പക്ഷെ വരുന്നത് ഇങ്ങനെയായിരിക്കില്ല കേസ്. നമ്മളെല്ലാം പറഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. എന്തൊക്കെയാവുന്ന തമ്പുരാനാണ്. ലൈഫ് തന്നെ ലൈഫ് തന്നെ. ഒരു ഹെയർ മസാജ് ചെയ്തിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഭയങ്കര ഫ്രിസിയാണ് ഹെയർ, അത്രയും അലമ്പായിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാവും. ശരിയാണ്. ഇഷ്ടമായോ? ഈ തരം വെച്ചിട്ട് പോയതാ. ഇവ മസാജ് ചെയ്യേണ്ട ആ കുട്ടിയെ ചെയ്തിട്ട് തങ്കോതെ കിട്ടിട്ടുണ്ട്. മതി 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 മതി. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഒന്നും വേണ്ട. താങ്ക് യു ഭയ്യാജി. ജാവോ ജാവോ. ഇതെന്താ കുഞ്ഞോ? ഇപ്പോഴതിൻ്റെ ഒരു വഴുവഴുപ്പ് മാറിയിട്ടില്ല. അമ്മയ്ക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ
വീട്ടിലേക്ക് പോകുന്നത്. പക്ഷെ വരുന്ന നമ്മുടെ ഗ്രൂമിങ് എടുത്തിരിക്കുകയാണ്. ഞാൻ തങ്കും വേറെ ലെവൽ ലുക്കിൽ ഇറങ്ങിയിട്ടുണ്ട് അല്ലേ? ഇഷ്ടമായോ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എൻ്റെ ഫേസ് ക്രീം ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇനി അവനെ കണ്ടിട്ട് വീട്ടിൽ പോകണം. നാളെ വരെ നിന്നാൽ മതി കേസ്. നാളെയാണ് സാമിൻ്റെ അനിയത്തി സാനിയുടെ മനസ്സമ്മതം. അപ്പം അതുവരെ നിന്നാൽ മതി. അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായി. തങ്കുനെ ഭയങ്കര ഇഷ്ടമായി. നമുക്ക് അതാണല്ലോ വേണ്ടത് അല്ലേ? എനിക്കിനി അമ്മേനെയും കൊണ്ട് ദിവസം വരണം. എനിക്ക് ഭയങ്കര എക്സൈറ്റഡാണ് കാണിച്ചു കൊടുക്കാൻ. നീ വണ്ടി എടുത്തിട്ട് വീഡിയോ എടുത്ത് എനിക്ക് മതിയാവുന്നില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ ഫേസ് ഫ്രെയിം ചെയ്തത്. എൻ്റെ ഫേസ് ഭയങ്കര എന്താ പറയുക, ഭയങ്കര വലുതായിരിക്കുമായിരുന്നു. ഐ ലവ് ദിസ്. ലൈക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവൻ എനിക്ക് ഐഡിയ ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതൊക്കെ മാനേജ് ചെയ്യേണ്ടതെന്നൊക്കെ. മാനേജ് ചെയ്യാൻ പറ്റും. തങ്കുന് ഭയങ്കര ഇഷ്ടമല്ലേ? ഒരു വൃത്തിയോ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാര്യം എന്താ വെച്ചാൽ ആകെ പാറി ഇരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് വൃത്തിയായത് മൊത്തത്തില്. ഞാൻ വിചാരിക്കും ഒരിക്കൽ അമ്മേനെയും ഉഷാമേനെയും കൊണ്ടുവരണം. എൻ്റെ സ്റ്റുഡൻറ്റ് വരുന്നുണ്ട് കേസ്, ഞാൻ കാണിച്ചു തരാം. കണ്ടാൽ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് അവൻ പറയില്ലെങ്കിലും ഒരു അന്നം വിട്ട് ഇരിക്കണേ. നീ എന്തെങ്കിലും അന്നം വിട്ട് നോക്കണേ കേസ്. കണ്ടാൽ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് പറയില്ലെങ്കിലും ഹലോ കേസിനൊക്കെ എൻ്റെ സ്റ്റുഡൻ്റ് ആണ്. എൻ്റെ സ്റ്റുഡൻറ്റ് വളർന്ന് വലുതായിരിക്കുക കണ്ടില്ലേ? ഷവർമ കഴിക്കാൻ തീരുമാനിച്ചു. ലാസ്റ്റ് ടൈം ഇവിടെ വന്ന സമയത്ത് ഈ ഷവർമ ട്രൈ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. നീ ഈ ഷവർമ ട്രൈ ചെയ്തിട്ടുണ്ടോ? ഇവന്റെ റിവ്യൂ ആണ് നമ്മളിന്ന് നോക്കാം. എന്റെ സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് പറയല്ല, ഇവൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ തങ്കം കൂടിയിട്ട് വലിയ ബേസ് ആയിട്ട് നമ്മള് ഷവർമ കഴിക്കാൻ തീരുമാനിച്ചു. കണ്ട പറയാ എത്ര വർഷടാ? ഒരു 4-5 ഉണ്ടാവും എന്തായാലും. ലാസ്റ്റ് എപ്പോഴാ കണ്ടെന്നറിയോ? അല്ല 6 മാക്സിമം. കാരണം എന്താണെന്നറിയോ, കിച്ചപ്പൂനെ ഞാൻ പ്രസവിച്ചിട്ട് ഒരു വയസ്സ് 1.5 വയസ്സിൽ അമ്മമാര് വന്നിട്ടുണ്ട് വീട്ടിൽ. കിച്ചപ്പൂന് ഇപ്പോ 6 വയസ്സ് 5 വയസ്സ്. ഈ നവംബറിൽ കിച്ചപ്പൂന് 6 ആവും. അപ്പൊ ഒരു 5 വർഷം. പക്ഷെ കണ്ടു പറയുമല്ലോ ഞാൻ ടീച്ചറാണ്. എന്നാലും ടീച്ചറാന്നൊന്നും ആരും പറയില്ല. ചേച്ചി ഒരു അയ്യങ്കാലം മുളയ്ക്കാൻ. എന്നെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കാണാൻ ഇഷ്ടമുണ്ട്. ശരി എന്നാ വീട്ടിൽ കൊണ്ട് ഡ്രോപ്പ് ആക്കിയിട്ടുണ്ട്. കുട്ടാ നീ വീണ്ടും സന്ധിക്കും വരെ നന്ദി വണക്കം. അങ്ങനെ നമ്മുടെ പാലക്കാടിലെ ഒരു ദിവസം തീർന്നിരിക്കുകയാണ്. നമ്മളിനിയും വീട്ടിൽ കയറിയിട്ടില്ല എന്നുള്ളതാണ് ഹൈലൈറ്റ്. രാവിലെ ഇറങ്ങിയതാണ് മലപ്പുറത്തുനിന്ന്. ഇതുവരെ നമ്മൾ വീട്ടിലേക്ക് കയറിയിട്ടില്ല. അതാണ് ഇവിടുന്ന് ലെഫ്റ്റ് കേട്ടോ. അപ്പോൾ പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനെ കാണുമ്പോഴേ പൊതുവെ എനിക്ക് സന്തോഷമാണ്. 5 വർഷം മുമ്പ് ഞാൻ കണ്ടത് അമ്മമാരെയൊക്കെ. അവനിപ്പോൾ 27 വയസ്സാണ് കേസ്. അവന് 17 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അവനെ പഠിപ്പിക്കണത്. 10 വർഷം മുൻപ്. അപ്പം ഞാൻ പഠിപ്പിച്ച എൻ്റെ സ്റ്റുഡൻ്റാണ്. ആ സമയത്ത് അതൊക്കെ ഒരു കാലഘട്ടം. എനിക്ക് എൻ്റെ സ്റ്റുഡൻസിനെ കാണുമ്പോൾ എപ്പോഴും ഭയങ്കര സന്തോഷമാണ്. എനിക്കിഷ്ടമാണ്. എൻ്റെ വീട്ടിലൊക്കെ ഒരു അംഗം പോലെയാണ് എല്ലാവരും. അവരെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ കല്യാണത്തിനും കിച്ചപ്പൂ ആവുമ്പോഴും ഒക്കെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നല്ലേ തങ്കു? നമ്മളുടെ മുടിയൊക്കെ സെറ്റായിട്ട് നമ്മളങ്ങ് അർമാദിച്ചോണ്ടിരിക്കുകയാണ്. ഇനി നാളെ നമുക്ക് ഒട്ടും സമയമില്ല. നാളെ രാവിലെ സാനിയുടെ എൻഗേജ്മെന്റിന് പോകണം. അതിനുശേഷം ഇഷ്ടംപോലെ പണികളുണ്ട്. എന്റെ മലപ്പുറം എത്തണം അല്ലേ തങ്കു? അതെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പൊ ഇന്ന് 10 മണിയായി. ജോലക്ഷ്മി അവിടെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. എന്താ ഇനി എത്തിയില്ലേ? ജോലക്ഷ്മി മരണമാസാണ് ഗൈസ്. നമ്മള് പേടിച്ചിട്ടാണ് വിളിച്ചത്. ഈ വീഡിയോ കണ്ട് മിക്കവാറും എന്നെ കയറി വിളിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഗൈസ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നാളെ സാനിയുടെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.